അങ്ങനെ ആർഎസ്എസിന്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറി ലോകമറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സഖാവ് വിനായകന്റെ ഒരു പോസ്റ്റ് കേട്ടോ, ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാ മറ്റൊരു തീട്ടം. ഈ മറ്റൊരു തീട്ടം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജോൺ ബ്രിട്ടാസിൻ്റെയാണ്. ഇതിപ്പോൾ അവർ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. ഇപ്പം നമ്മളതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അവർ എന്തോ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര മോശമായി പോയി കേട്ടോ. ഇതിപ്പം സഖാക്കന്മാരോടാണ് ഇപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത്. കാരണം വിനായകനെയും പള്ളി വിളിക്കാൻ വയ്യ, ജോൺ ബ്രിട്ടാസിനെയും തള്ളിക്കളയാനും വയ്യ, വിനായകനെ സപ്പോർട്ട് ചെയ്യാനും വയ്യ. എല്ലാം കൊണ്ടും ഒരു ധർമ്മസങ്കടത്തിലാണ് സഖാക്കൾ കേട്ടോ. കാരണം വിനായകനെ എപ്പോഴും എടുത്ത് തോളിക്കൊണ്ട് കിടക്കുന്നത് ഈ സഖാക്കളാണ്. വിനായകനെ എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാൽ, വിനായകൻ ആരെങ്കിലും തുണിവെക്കി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും ഫ്രണ്ടിൽ വരണത് സഖാക്കളാണ്. അപ്പോഴേ പറയും വിനായകന്റെ നിറമാണോ നിങ്ങൾക്ക് പ്രശ്നം, വിനായകന്റെ ജാതിയാണോ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ സഖാക്കളെല്ലാം കൂടെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കിടക്കും. ഇപ്പം സഖാക്കളുടെ അന്നാക്കിലല്ല അന്നതാളത്തിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോൺ ബ്രിട്ടാസിനെയൊക്കെ തീട്ടമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അഭിസംബോധന ചെയ്ത. എന്തായിരുന്നാലും കൊള്ളാം, അയാൾ പറയുന്നതിൽ കുറച്ച് ന്യായമൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് കുറച്ച് നേതാക്കന്മാർ CJPയിലെ പരിപാടി നടന്ന സമയത്ത് ഇവിടെ നിന്ന് കച്ചയും കെട്ടി മുകളിലോട്ട് പോയിട്ടോ, അങ്ങ് ഡൽഹിയിലോട്ട് പോയി പട്ടി ഷോ കാണിക്കാൻ വേണ്ടി പോയി. വിനായകൻ ആ പറഞ്ഞതിനോടൊക്കെ നമുക്ക് യോജിച്ചേ പറ്റും, വേറെ വഴിയൊന്നുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞത്, ആളൊരു കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാരെങ്കിലും തെറി വിളിക്കുമ്പോൾ നമ്മൾ അവനെ കൂടെ ചേർത്ത് നിർത്തും. പിന്നീട് ഈ ചേർത്ത് നിർത്തുന്നവൻ നല്ല സ്വഭാവക്കാരനാണെങ്കിൽ ഈ ചേർത്ത് നിർത്തിയവൻ തന്നെ പിന്നീട് തിരിഞ്ഞ് നിന്നിട്ട് ചീത്ത വിളിക്കും. അപ്പം നമുക്ക് അവനെ തള്ളി പറയേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നേതാക്കന്മാരെ കൂടെ നടക്കുന്ന അണികളുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര ശമ്പളം കൊടുത്ത് കൂടെ നടത്തുന്നത്. ഇവരൊക്കെ വെച്ചാൽ ഭയങ്കര കഠിനാധ്വാനമുള്ള പണിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പാർട്ടി അടിമകളുടെയൊക്കെ അവസ്ഥ.